നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടി അണികൾ പരസ്യമായി രംഗത്ത് വരുന്ന ദിനം വിദൂരമല്ലെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കനത്ത പരാജയത്തിന് കാരണമെന്ന് സിപിഐക്ക് ബോധ്യമായി കഴിഞ്ഞെന്നും ബൽറാം. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും. റെയിൽവേ ലോക്കോ പൈലറ്റ് സമരം. സമരക്കാർക്കെതിരെ ജനവികാരം ഇളക്കിവിടാനുള്ള അധികാരികളുടെ ശ്രമം അവസാനിപ്പിക്കണമെന്ന സമരസമിതി. ഷൊർണൂരിൽ ലോക്കോ പൈലറ്റിനെ ബുക്ക് ചെയ്യാതെ വണ്ടി വൈകി ഓടിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപണം. പ്രതിഷേധവുമായി സമരക്കാർ. സമരത്തിന് പിന്തുണയുമായി ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് CITU മാർച്ച്. റെയിൽവേ അധികാരികളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. രാജി തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ. ജോസ് വള്ളൂരിന്റെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന സൂചന. UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് ധാർമ്മികതയുടെ പേരിലെന്ന് MP വിൻസെന്റ്. വടക്കാഞ്ചേരി പാർലിക്കാട് ഇരുചക്രവാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി രാജേഷ്. കുന്നംകുളം പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. മരിച്ചത് ചെറുവത്താനി സ്വദേശി വിഷ്ണു. ആശുപത്രിയിലെത്തിച്ച സുഹൃത്തുക്കൾ ചേർന്ന യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 3 പേർ അറസ്റ്റിൽ. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് ജില്ലാ ജഡ്ജി K. അനന്തകൃഷ്ണ നാവട. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിക്കുന്നു. പാലക്കാട് കുടുംബ കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ പരസ്യമായി രംഗത്ത് വരുന്ന ദിനം വിദൂരമല്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയത്തിന് കാരണമെന്ന് മുഖ്യ ഘടകകക്ഷിയായ CPIക്ക് ബോധ്യമായിട്ടുണ്ടെന്നും ബൽറാം പറഞ്ഞു. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.ടി. ബൽറാം. CPM-നകത്ത് ആളുകൾക്ക് പോലും ഇതേ അഭിപ്രായമാണ്. ഓരോരുത്തരായിട്ട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇതാണ്: ഇയാൾ വന്നതിന് ശേഷം ഇതാ ഒരു രക്ഷയില്ല. ഇത്രമാത്രം ധാർഷ്ട്യം, ധിക്കാരം, ഒരു കാര്യം നടക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഖജനാവിൽ പണമില്ലാത്തത്? നമ്മൾ അതിന്റെ വശാംശങ്ങൾ മനസ്സിലാക്കണം. ഖജനാവിലേക്ക് പണം വരേണ്ടുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്, സ്രോതസ്സുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ബോർഡുകളിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി പിണറായി വിജയൻ സാറിന്റെ ചിരിക്കുന്ന മുഖമാണ് ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പ്രദർശിപ്പിക്കാറുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് കേരളത്തിലെ ധനമന്ത്രിയുടെ ചിരിക്കുന്ന മറ്റൊരു മുഖമുണ്ട്. അതിന്റെ അപ്പുറത്ത് ഇവിടുത്തെ നിങ്ങളുടെ MLA-യുടെ ചിരിക്കുന്ന മുഖമുണ്ട്. ഈ ചിരിയൊക്കെ ഇപ്പോഴും ഇവരുടെ മുഖത്തുണ്ടോ? ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ നാട്ടിലെ ജനങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുമോ? കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്ന തലക്കെട്ടിലാണ് കോൺഗ്രസ് കേന്ദ്രീയ വിദ്യാലയം മുതൽ കയറമ്പാറ ജംഗ്ഷൻ വരെ പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും 2023-2024 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി MLA അനുവദിച്ചു എന്ന് പറയുന്ന 2 കോടി രൂപ ഉടൻ വിനിയോഗിക്കണമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ മൗനം വെടിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ M. ഗോപൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ P. മായ ടീച്ചർ, KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട്, K. ശ്രീവത്സൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, കൗൺസിലർമാരായ P. ജയരാജൻ, PT രാധ, നേതാക്കളായ NK കൃഷ്ണൻകുട്ടി, N. വിജയകുമാർ, ഫിലിപ്പ് അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് കേന്ദ്രീയ വിദ്യാലയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് കയറമ്പാറ സെൻട്രൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റെയിൽവേ ലോക്കോ പൈലറ്റുമാരുടെ സമരം തുടരുന്നു. ഷൊർണൂരിൽ സമരത്തിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ അധികാരികൾ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് സമരസമിതി രംഗത്തെത്തി. ലോക്കോ പൈലറ്റിനെ ബുക്ക് ചെയ്യാതെ ദീർഘദൂര ട്രെയിൻ വൈകിപ്പിക്കാൻ അധികൃതർ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കോടതി പറഞ്ഞ വിശ്രമ സമയം
കാലങ്ങളായി റെയിൽവേ അധികാരികൾ നിഷേധിക്കുന്ന അവകാശങ്ങൾ സ്വയം പ്രഖ്യാപിച്ചാണ് ഇക്കഴിഞ്ഞ ജൂൺ 1 മുതൽ റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരരംഗത്തുള്ളത്. ആഴ്ചയിൽ 46 മണിക്കൂർ വിശ്രമം ഉൾപ്പെടെയുള്ള അവകാശങ്ങളാണ് സമരസമിതി സ്വയം പ്രഖ്യാപിച്ചത്. ട്രെയിൻ സർവീസിനെ ബാധിക്കാത്ത രീതിയിൽ നടക്കുന്ന സമരത്തിൽ നിന്ന് മുഖം തിരിക്കുന്ന നിലപാടാണ് അധികാരികൾ സ്വീകരിക്കുന്നതെന്ന് സമരസമിതി ആരോപിക്കുന്നതിനിടെയാണ് സമരത്തിനെതിരെ യാത്രക്കാരെ അണിനിരത്താനും ജനവികാരം ഇളക്കിവിടാനും ഗൂഢശ്രമം നടക്കുന്നതായി ഷൊർണൂരിൽ പരാതി ഉയർന്നത്. വൈകിട്ട് 3:45 പുറപ്പെടേണ്ടിയിരുന്ന ഗോവയിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിൻ ലോക്കോ പൈലറ്റിനെ ബുക്ക് ചെയ്യാതെ ഷൊർണൂർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടാൻ അധികാരികൾ തീരുമാനിക്കുകയായിരുന്നെന്ന് സമരക്കാർ ആരോപിച്ചു. ട്രെയിൻ വൈകിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാർ രംഗത്തെത്തി. യഥാർത്ഥത്തിൽ വണ്ടി വൈകുന്നത് ഒഴിവാക്കാനാണ് സമരസമിതി ശ്രമിച്ചതെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ മറിച്ചൊരു ധാരണ സൃഷ്ടിച്ച് സമരക്കാരെ ഒറ്റപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും CWCM AILRSA നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സമരം തുടരുമ്പോഴും റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയും സദേൺ റെയിൽവേ ജനറൽ മാനേജരും മൗനം വെടിയാൻ തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഗൂഢനീക്കത്തിലൂടെ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാമെന്ന ധാരണ അധികാരികളുടെ വ്യാമോഹമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. സ്ഥലം മാറ്റമുൾപ്പെടെയുള്ള പകപോക്കൽ നടപടികൾ കൊണ്ട് അവകാശ പോരാട്ടത്തെ ഇല്ലാതാക്കാമെന്ന ധാരണ വേണ്ടെന്നും റെയിൽവേയുടെയും യാത്രക്കാരുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കാതെയാണ് അവകാശങ്ങൾ സ്വയം ക്ലെയിം ചെയ്ത് ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരരംഗത്തുള്ളതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റെയിൽവേ അധികാരികളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് CITU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M. ഹംസ. ജോലി സുരക്ഷിതത്വവും ജീവനക്കാരെയും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ലോക്കോ പൈലറ്റുമാരോട് റെയിൽവേ അനീതി തുടരുന്നതെന്ന് M. ഹംസ കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് റെയിൽവേയിൽ നികത്തപ്പെടാതെ കിടക്കുന്നത്. ജീവനക്കാർ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട ഗതികേടിലാണ്. തൊഴിലാളികളുടെ വിശ്രമവും വേതനവും സംബന്ധിച്ചുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും വിധികളും ലംഘിക്കപ്പെടുകയാണ്. തൊഴിലാളി ദ്രോഹമാണ് റെയിൽവേ നടപ്പാക്കുന്നതെന്നും M. ഹംസ പറഞ്ഞു. സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരായ പ്രതികാര നടപടികൾ റെയിൽവേ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജോലിയെടുക്കുന്ന ഒരു തൊഴിലാളി വിഭാഗമാണ് റെയിൽവേ തൊഴിലാളികൾ. 1973 റെയിൽവേ സമരം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ വെള്ളം കുടിപ്പിക്കാൻ കഴിഞ്ഞ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞവരാണ് റെയിൽവേ തൊഴിലാളികൾ എന്ന് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ചരിത്രം മായ്ച്ചു മറിക്കാൻ ആർക്കും കഴിയുകയുമില്ല. എന്നാൽ ആ സമര പാരമ്പര്യം ആകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് ഇപ്പോൾ കഴിഞ്ഞ 10 ദിവസക്കാലമായി അവർ അവരുടെ നിയമാനുസൃതമായ ജോലി ചെയ്തുകൊണ്ടുള്ള പണിമുടക്ക് സമരത്തിലാണ്. അവരുടെ ജോലി വളരെ കൃത്യമായി നിയമാനുസൃതമായി നടത്തിക്കൊണ്ടുള്ള സമരമാണ് അവർ നടത്തുന്നത്. അവിടെ ജോലി കൃത്യമായി നടത്താതെ ഉള്ള സമരത്തിലേക്ക് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിനെ കൊണ്ടുപോകാൻ ഇന്ത്യൻ ഭരണകൂടം ശ്രമിക്കരുത് എന്ന് താക്കീത് ചെയ്യാൻ കൂടിയാണ് CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK അച്യുതൻ, SB രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിൽ ഉണ്ടായ കൂട്ടാടിയുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് പിറകെയാണ് ഇരുവരുടെയും രാജി. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് DCC ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി KPCC നേതൃത്വത്തെ കണ്ടിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി DCCയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത്. പക്ഷേ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. പിന്നീട് ഇന്നുച്ചയോടെ DCC ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്
ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ DCC ഓഫീസിലേക്കെത്തിയ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി. നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് MP വിൻസെന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഓഫീസിലുണ്ടായ തൃശ്ശൂർ DCC ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ്. ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ രാജി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യം അറിയിക്കുന്നത്. എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ളതായിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല. ഞാനായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ്. അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ. നഗരത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിച്ചാണ് ഇന്നത്തെ പോസ്റ്ററെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് എതിരെയായിരുന്നു പോസ്റ്ററുകൾ. എന്നാൽ ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്നത്തെ പോസ്റ്റർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. DCC ഓഫീസ് മതിലിൽ തന്നെയാണ് ജോസിനെ അനുകൂലിച്ചുള്ള പോസ്റ്ററും പതിച്ചിരിക്കുന്നത്. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ. ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ എന്നാണ് പോസ്റ്ററിലെ വാചകം. ചേലക്കര കോൺവെന്റ് സ്കൂളിന് എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ ഉന്നം വെച്ച് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ CPMന്റെ തരം താണ രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ്. ഞായറാഴ്ച വൈകുന്നേരം ചേലക്കര ടൗൺ ബസ് സ്റ്റാൻഡിൽ സേവ് കോൺഗ്രസ് എന്ന പേരിൽ രമ്യ ഹരിദാസിനെ ഉന്നം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥി മതി എന്നെഴുതിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ UDF നാളിന്നുവരെ യാതൊരുവിധ തെരഞ്ഞെടുപ്പ് ചർച്ചകളും ആരംഭിച്ചിട്ടില്ലെന്നും പാർട്ടി വേണ്ട സമയത്ത് കൃത്യമായ തീരുമാനങ്ങളെടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും. പ്രാദേശികമായും പുറത്തുനിന്നുള്ള അനുഭവ സമ്പത്തുള്ളവരെയും കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം KPCC കൈക്കൊള്ളുമെന്നും CPM ഒരുക്കുന്ന ഇത്തരം ചതിക്കുഴികളിൽ പ്രവർത്തകർ വീടരുത്. CPMന്റെ തരംതാണ രീതികൾ അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകണമെന്നും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. ചേലക്കര നിയോജകമണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ ഏകദേശം 35,000-ഓളം വോട്ട്, ഏറ്റവും കുറവ് 25,000 വോട്ട് പ്രതീക്ഷിച്ച സ്ഥലത്ത് വെറും 5,000 വോട്ടിൽ കെ രാധാകൃഷ്ണനെ പിടിച്ചുകെട്ടിയ കുമാരി രമ്യ ഹരിദാസിനെതിരെ ഉള്ള ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റർ CPM അടിച്ചിറക്കിയിട്ടുള്ളത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അത് UDFന്റെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാണെന്നെ കുറിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനത്തെ ചർച്ചയിലേക്ക് UDFോ കോൺഗ്രസോ കടന്നിട്ടില്ല. അതിനു മുൻപ് ഇത്തരത്തിലുള്ള പോസ്റ്റർ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് CPM എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് രാഷ്ട്രീയ പാപ്പരത്തിലുപരി ഞങ്ങളുടെ വെള്ളനാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ വഷളത്തരത്തിലേക്ക് CPMും പിന്നെ അതുപോലെ കെ രാധാകൃഷ്ണൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. CPMന്റെ ഈ സൂത്രങ്ങളും ഈ തന്ത്രങ്ങളും ഒക്കെ ജനങ്ങൾ വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് ജില്ലാ ജഡ്ജി K അനന്തകൃഷ്ണൻ നാവട. പാലക്കാട് കുടുംബ കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിച്ചു വരികയാണ്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമാണ്. അതിമോഹവും ജീവിത പരിധികളും ലംഘിക്കപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചയ്ക്കും അസ്വാരസ്യങ്ങൾക്കും ഇടയാക്കുന്നത്. കൗമാരപ്രായക്കാർക്കിടയിൽ നിന്നും കൗൺസിലിംഗ് ആരംഭിക്കണമെന്നും K അനന്തകൃഷ്ണ നാവട പറഞ്ഞു. പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഒരു കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോൾ അത് പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകണം. അതിന് തുടർച്ചയായിട്ടുള്ള ശ്രമം വേണം. ആ ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് 100% ശരിയാണ്. അത് ആരൊക്കെ
ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനേക്കാൾ കൂടുതൽ അറിയാം. കാരണം ഇവിടെ പറയാൻ പറ്റുന്നത് പറയാൻ പറ്റാത്തതുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പാലക്കാട് ജില്ലാ കോടതി സമുച്ചയത്തിന് സമീപമാണ് കുടുംബ കോടതി കെട്ടിടവും നിർമ്മിച്ചിട്ടുള്ളത്. പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് CJ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഫാമിലി കോടതി ജഡ്ജി CJ ഡെന്നി, അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് R വിനായക, അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കൈനാട്ട്, ജില്ലാ കോടതി ജൂനിയർ സൂപ്രണ്ട് CB ശങ്കർ, മുതിർന്ന അഭിഭാഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. ചെറുവത്താനി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണുവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും ചെറുവത്താനി സ്വദേശികളുമായ ഷിജിത്ത്, കണ്ണൻ, ശ്രീശാന്ത്, വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പ്രതികൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ആശുപത്രി അധികൃതരെ അറിയിച്ചത്. പരിശോധനയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഇക്കാര്യം പോലീസിൽ അറിയിക്കുമെന്ന് വ്യക്തമാക്കി. ഇതോടെ പ്രതികൾ ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടു. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി 3 കസ്റ്റഡിയിലെടുത്തു. അതിനിടെയാണ് വിഷ്ണുവിനെ 3 പേരും ചേർന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് വിഷ്ണുവിനെ മർദ്ദിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കി. ഇതോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. അഗളി കൂടൻചാള ഊരിലെ 34 വയസ്സുള്ള ഈശ്വരനാണ് പരിക്കേറ്റത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അട്ടപ്പാടിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. അഗളി കൂടൻചാള ഊരിലെ ഈശ്വരനാണ് പരിക്കേറ്റത്. രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരികയായിരുന്ന ഈശ്വരൻ കാട്ടാനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. അടുത്തെത്തിയ ഈശ്വരനെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാന അടിച്ചു. അടിയേറ്റ യുവാവ് തെറിച്ചു വീണു. ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഈശ്വരൻ 200 മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പരിശോധനയിൽ യുവാവിൻ്റെ വാരിയലിനും പല്ലിനും പൊട്ടലുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി പാർലിക്കാട് ഇരുചക്രവാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി 47 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. പാർലിക്കാട് പാടത്തിന് സമീപം രാവിലെ 9:30 അപകടം. മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി 47 വയസ്സുള്ള രാജേഷാണ് അപകടത്തിൽ മരിച്ചത്. സ്റ്റാർ പ്ലാസ്റ്റിക്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിൻ്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പാതയോരത്തെ മരത്തിലിടിച്ചാണ് നിയന്ത്രണം വിട്ട ജീപ്പ് നിന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ പ്രദേശത്ത് പാതയോരത്തുള്ള അനധികൃത വഴിവാണിഭവും അനധികൃത പാർക്കിങ്ങും ദൂരക്കാഴ്ച മറയ്ക്കുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി തോന്നല്ലൂർ മത്തായി മുളയ്ക്കൽ വീട്ടിൽ 59 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. കടങ്ങോട് സ്വദേശി സിൻഡോ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളത്ത് നിന്ന് തോന്നല്ലൂരിലേക്ക് പോകുന്നതിനിടെ മാത്തൂർ പാടശേഖരത്തിന് സമീപം വെച്ച് നായ ഓട്ടോറിക്ഷയുടെ കുറുകെ ചാടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബാലനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുരോഗമന കലാസാഹിത്യ സംഘം വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി കഥാസദസ്സ് സംഘടിപ്പിച്ചു. പൂക്കാസ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം E രാമചന്ദ്രൻ കഥാസദസ്സിൽ മോഡറേറ്ററായിരുന്നു. ശ്രദ്ധാബാലൻ കവിത ചൊല്ലി. കാരൂർ നീലകണ്ഠപിള്ളയുടെ അന്നത്തെ കൂലി, വിനോദ് കൃഷ്ണന്റെ ബേപ്പൂർ കേസ്, D ശ്രീശാന്തിൻ്റെ പ്രവിശ്യ യുദ്ധം, പ്രജിത് പനയൂരിൻ്റെ പരേഡ് തുടങ്ങിയ കഥകളാണ് ചർച്ച ചെയ്തത്.
ലെനിൻ ദാസ് വായിച്ചിട്ടുണ്ടോ? ലെനിൻ ദാസിനോട് പോലീസുകാരൻ ചോദിക്കുകയാണ്. പോലീസുകാരൻ ഒരുപക്ഷെ ഇഡിയോ IBO എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല വായിച്ചവർക്കാർ. ഒരുപക്ഷെ ഇന്റലിജൻസ് ബ്യൂറോ ആവാം, ED ആവാം. അല്ല, നിങ്ങൾ സോവിയറ്റ് യൂണിയനുമായിട്ട് റഷ്യയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധമെന്താണ്? ലെനിൻ ദാസ് എന്ന പേര് കണ്ടു. അപ്പോൾ ലെനിൻ ദാസ് പറയുകയാണ്, എൻ്റെ അച്ഛൻ കേശവദാസൻ ബേപ്പൂർ വിട്ട് എങ്ങോട്ടും പോയിട്ട് എവിടേക്കും സഞ്ചരിക്കാത്ത ആളാണ്. എന്നാൽ കേശവദാസൻ പത്തയമാരികൾ ഉണ്ടാക്കുന്ന ആളാണ്. DP നിർമ്മല, M സേതുമാധവൻ, ഹരിശങ്കർ മുന്നൂർക്കോട്, C ലക്ഷ്മീദേവി തുടങ്ങിയവർ കഥകൾ അവതരിപ്പിച്ചു. കഥാസാഹിത്യത്തിൻ്റെ ഉൾക്കാമ്പുകൾ തൊട്ടറിഞ്ഞ ചർച്ചയിൽ DB രഘുനാഥ്, O കുമാരൻ, D ശ്രീശാന്ത്, പ്രജിത്ത് പനയൂർ, ഹരിദാസ് മങ്ങോട്ടിൽ, രാജലക്ഷ്മി ടീച്ചർ, KM മഞ്ജുഷ, രജനി, ദേവദാസൻ, ശ്രീജ രാജേഷ്, K ഉണ്ണികൃഷ്ണൻ, സ്മിത, നന്ദിനി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. P രവി സ്വാഗതവും DB ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. VR അർച്ചന, VK സുശീല തുടങ്ങിയവർ കവിത ചൊല്ലി. DR നവീന, VS ഹൃദ്യ, ജിഷ ടീച്ചർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഡിവൈഡറില്ല. 4 റോഡുകളുടെ സംഗമ കേന്ദ്രമായ മാത്തൂർ ചുങ്കമന്തം സെന്റർ അപകട ഭീഷണിയാകുന്നു. 4 റോഡുകൾ സംഗമിക്കുന്ന മാത്തൂർ സെന്ററിൽ ഡിവൈഡർ ഇല്ലാത്തത് വാഹനാപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നിരക്കെ പരാതിയുണ്ട്. കുഴൽമന്നം കോട്ടായി പ്രധാന പാതകളും കുത്തന്നൂർ, പല്ലഞ്ചാത്തന്നൂർ, കണ്ണന്നൂർ എന്നീ റോഡുകൾ സംഗമിക്കുന്ന കേന്ദ്രമാണ് ചുങ്കമന്നം സെന്റർ. എന്നും ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന ഈ റോഡിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്ന കാഴ്ച തന്നെ ഭയപ്പെടുത്തുന്നതാണ്. സ്കൂൾ സമയങ്ങളിലുള്ള വാഹനങ്ങളിലെ തിരക്ക് മൂലം വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ പ്രയാസമാണ്. 4 റോഡുകളും സംഗമിക്കുന്ന ചുങ്കമന്നം സെന്ററിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് സഖ്യകക്ഷി ഭരണവുമായി ഏറെ നാൾ മുന്നോട്ടു പോകാനാകില്ലെന്ന് NCP സംസ്ഥാന കമ്മിറ്റി അംഗം ലതിക സുഭാഷ്. പാലക്കാട്ട് NCP സ്ഥാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലതിക സുഭാഷ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാതിരുന്ന മോദിക്കും BJPക്കും കിട്ടിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ജനാധിപത്യ മതേതര സംരക്ഷണത്തിൽ NCPയുടെ നിലപാട് ചോദ്യം ചെയ്യാനാവാത്തതാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് കൂട്ടുകക്ഷി ഭരണവുമായി ഏറെക്കാലം മുന്നോട്ടു പോകാനാകില്ലെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ദേശീയ തലത്തില് ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്തുവാനായിട്ട് ഒരാളെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴേക്കും ഒരാൾ അപ്പുറത്തെ വഴിയെ പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ട് തന്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് ശ്രീ ശരത് പവാർ നിന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ആ ശക്തമായ നേതൃത്വം, യഥാർത്ഥ നേതാവ് ആരാണ്, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ശ്രീ പവാറിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉജ്ജ്വല വിജയമാണ് അദ്ദേഹത്തിന് കാഴ്ചവെക്കട്ടെ. NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം റസാഖ് മൗലവി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഷെനിൻ മന്ദിരാട്, വർഗീസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25ാമത് സ്ഥാപക ദിനം ആചരിച്ചു. സ്ഥാപക ദിനാഘോഷം ജില്ലാ സെക്രട്ടറി SJN നജീബ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപക ദിനാഘോഷ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് K ശങ്കരനാരായണൻ പതാക ഉയർത്തി. മുതിർന്ന അംഗം N മുഹമ്മദ് അലി കേക്ക് മുറിച്ചു. V ഹരിദാസ്, P സൈദലവി, ജലീൽ, TK അസീസ്, NS റിയാസ്, KU നിഷാദ്, A ഇസാഖ്, KB അഫ്സൽ, NYC മണ്ഡലം പ്രസിഡന്റ് KH ആസിഫ്, വാർഡ് മെമ്പർ ഷഫീന നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ആ അവസ്ഥയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ 9 സീറ്റിൽ നമുക്ക് മത്സരിക്കാൻ ലഭിച്ചു. ആ 9 സീറ്റിൽ 8 സീറ്റിലും സ്വതന്ത്ര ചിഹ്നത്തിൽ ശരത് പവാർ എന്ന വ്യക്തിയുടെ ആ ഒരു പടം മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്ര ചിഹ്നത്തിൽ നമ്മൾ ജയിക്കുകയും 9ൽ 8 സീറ്റ് വിജയിക്കുകയും അവിടെ നമുക്കെതിരെ നിന്ന നമ്മുടെ പഴയ ചിഹ്നം ക്ലോക്ക് ചിഹ്നത്തെ BJP സഖ്യത്തോടൊപ്പമുള്ള ക്ലോക്ക് ചിഹ്നത്തെ പരാജയപ്പെടുത്തി 9 സീറ്റിലും നമ്മൾ അവിടെ വിജയം നേടിയിരിക്കുകയാണ്. യോഗത്തിൽ ദേശീയ തലത്തിൽ NCP ശരത് പവാർ വിഭാഗം മത്സരിച്ച 90% സീറ്റിലും വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
മഴ പെയ്താൽ വെള്ളക്കെട്ടിലായി കോട്ടായി ചെമ്പൈ ശിവക്ഷേത്രത്തിന്റെ മുൻവശം. കോട്ടായി പൂടൂർ പാലക്കാട് റൂട്ടിൽ കോട്ടായി ചെമ്പൈ ശിവക്ഷേത്രത്തിന് മുന്നിലെ റോഡിനാണ് ഈ ദുർഗതി. ഏകദേശം 1.5 അടിയോളം ഉയരുന്ന വെള്ളക്കെട്ടിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നതും പതിവ് കാഴ്ചയാണ്. റോഡ് ഉയർത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വാടാനംകുറിശി ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി ശംഭു എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നത്. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 25 കലശപൂജ, 25 കലശാഭിഷേകം, ഉച്ചപൂജ, തുടർന്ന് പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് സമൃദ്ധമായ അന്നദാനവുമുണ്ടായി. വൈകുന്നേരം ഗജവീരന്മാർ, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി പാട്ടുകണ്ടത്തിൽ നിന്നും ഭഗവതിയുടെ എഴുന്നള്ളിപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ കോളേജായ മേഴ്സി കോളേജിന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കോളേജിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്പെഷ്യൽ കവർ പുറത്തിറക്കിയത്. കോഴിക്കോട് PMG നോർത്ത് റീജിയൻ ഡയറക്ടർ സയ്യിദ് റഷീദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡിപ്പാർട്ട്മെന്റ് അത് അംഗീകരിച്ച് അത് ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞ വേറെ ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ട്. ആ ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റി പോകണം. അതിന് ചിലപ്പോൾ ഫസ്റ്റ് മീറ്റിംഗിൽ അത് അപ്രൂവ് ആകത്തില്ല, സെക്കൻഡ് മീറ്റിംഗിൽ അപ്രൂവ് ആകത്തില്ല. എങ്ങനെയായാലും ഒരു മിനിമം ഒരു 1 year നീളുന്ന ഒരു പ്രോസസ്സാണ് ഒരു ഫിലാറ്റലിക് സ്റ്റാമ്പ്. എപ്പോഴൊക്കെ നമുക്ക് ഫിലാറ്റലിക് സ്റ്റാമ്പിന് അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ 1964 ജൂലൈ 1 സ്ഥാപിതമായ മേഴ്സി കോളേജ് മലബാറിലെ പുരാതനവും പ്രമുഖവുമായ കോളേജുകളിൽ ഒന്നാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന CMC സിസ്റ്റേഴ്സാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കോളേജ് ആരംഭിച്ചത്. 1968 കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലായി. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് മേഴ്സി കോളേജിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്പെഷ്യൽ കവർ പുറത്തിറക്കിയത്. ഉച്ചയ്ക്ക് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രത്യേക ചടങ്ങിലായിരുന്നു പ്രകാശനം. നിലവിൽ കോളേജിൽ 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കോളേജിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഒക്ടോബറിൽ സമാപിക്കും. ചടങ്ങിൽ പാലക്കാട് മേഴ്സി കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെറി, PTA പ്രസിഡന്റ് ഭവജൻ, മനോജൻ, ഇന്ദിര, പാലക്കാട് SSPO നാഗാദിത്യകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഠനകാലം മുതൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും വരെ ഒരുമിച്ച് നടന്നവരാണ് വാണിയംകുളം മാന്നന്നൂരിലെ രാജനും രാമചന്ദ്രനും. KSRTCയിൽ നിന്ന് വിരമിച്ച ഇരുവർക്കുമായി മാന്നന്നൂർ മഹാത്മജി വായനശാല സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ ചടങ്ങിനെ വികാരഭരിതമാക്കിയത് അപൂർവമായ ഒരാത്മബന്ധത്തിന്റെ വഴിയോർമ്മകളാണ്. വാണിയംകുളം മാന്നന്നൂർ പച്ചയിൽ PS രാജനും മാന്നന്നൂർ 16 PN രാമചന്ദ്രനും ഇക്കഴിഞ്ഞ മെയ് 31 KSRTC സർവീസിൽ നിന്ന് വിരമിച്ചത്. കവളപ്പാറ വയലോരം റിസോർട്ടിൽ ഇരുവർക്കുമായി മാന്നന്നൂർ മഹാത്മാജി സ്മാരക വായനശാല ഒരു സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ ഇവരെ അടുത്തു പരിചയമില്ലാത്തവർക്ക് മാത്രം അതൊരു സാധാരണ ചടങ്ങായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിടുന്ന ഒരാത്മബന്ധത്തിൻ്റെ വൈകാരികത വയലോരത്ത് പൂത്തുലഞ്ഞപ്പോൾ സ്നേഹസംഗമം സ്നേഹസാഗരമായി. പരിചയക്കാർ PSR, PNR എന്നീ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന രാജനും രാമചന്ദ്രനും കണ്ടുമുട്ടുന്നത് 1ാം ക്ലാസ്സിലെ ബെഞ്ചിൽ വെച്ചാണ്. 7 വരെ മാന്നന്നൂർ UP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരുടെയും ഹൈസ്കൂൾ പഠനം വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നെങ്കിലും ബാല്യകാല സൗഹൃദം ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചു. പഠനകാലത്തും മഹാത്മാജി വായനശാലയുടെ സജീവ പ്രവർത്തകരായിരുന്നു രണ്ടുപേരും. 2 വ്യത്യസ്ത ട്യൂഷൻ സെൻ്ററുകളിൽ അധ്യാപകരായാണ് തൊഴിൽ ജീവിതം തുടങ്ങുന്നത്. ഒരു നിയോഗം പോലെ വിദേശത്ത് തൊഴിലെടുത്തപ്പോൾ ഇരുവരും സൗദി അറേബ്യയിൽ. ഇടക്കാലത്ത് നാട്ടിലെത്തി ഇരുവരും PSC എഴുതി. രണ്ടുപേർക്കും അങ്ങനെ KSRTCയിൽ ജോലിയും ലഭിച്ചു. രണ്ടുപേരും ഒരുമിച്ച് മാന്നന്നൂർ UP സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുകയും തുടർന്ന് ഹൈസ്കൂൾ മാത്രം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് പഠിക്കും. ഞാൻ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലും രാജൻ പട്ടാമ്പി സംസ്കൃത ഹൈസ്കൂളിലുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നു. വീണ്ടും എന്നും കൂടെ വേർപിരിഞ്ഞു. ഡിഗ്രിക്ക് തുടങ്ങിയപ്പം പിന്നെ വീണ്ടും ഒരുമിച്ച് ഗൾഫിൽ പോയി. ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ച് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് അത് രസമല്ല, ഞങ്ങളൊരു 5 പേര് ഒരുമിച്ചാണ് പാസ്പോർട്ട് എടുത്തത്. ആ 5 പേരും ഗൾഫിൽ പോയി. അതിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ചാ പോയതെന്ന് മാത്രം.
അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം PSC എഴുതിയിട്ട് ഞാൻ KSRTCയിൽ കണ്ടക്ടറായിട്ട് കിട്ടിയിട്ട് ഞാനും കൂടി പോകുന്നു. അപ്പോഴും രാജ്യം പോകുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത PSC വന്നപ്പോൾ രാജനും അതിൻ്റെ എഴുതി ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളൂ, അത് കിട്ടുകയും ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അനിവാര്യമായ വിരമിക്കലിൻ്റെ സ്റ്റോപ്പിൽ ബെല്ലടിച്ചപ്പോൾ ഇക്കഴിഞ്ഞ 31-ന് ഒരുമിച്ച് പടിയിറക്കാം. പക്ഷേ ഗ്രാമനന്മയിൽ വിരിഞ്ഞ അപാരമായ ഒരു സൗഹൃദത്തിൻ്റെ സർവീസ് ഇവിടെ അവസാനിക്കുന്നില്ല. സമാനമായ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന ഇരുവരും ഇരുമെയ്യാണെങ്കിലും ഒറ്റക്കരളാണ്. അതുകൊണ്ടുതന്നെ മാന്നന്നൂർ നിവാസികൾ ഒരുമ എന്ന വാക്കിന് കണ്ടെത്തിയ അർത്ഥം RR എന്നാകുന്നു. ഞങ്ങളുടെ നാട് മാന്നന്നൂരാണ്. മാന്നന്നൂരിൽ ഒരുമ എന്ന വാക്കിനിപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ അർത്ഥം RR എന്നാണ്. RR എന്ന് പറഞ്ഞാൽ രാജനും രാമചന്ദ്രനും. ഇവർ വളരെ രസകരമായൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുമയിൽ അല്ലെങ്കിൽ അവരുടെ ആ ചേർച്ചയിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ PS രാജനും ഞങ്ങളുടെ രാമചന്ദ്രനുമാണ് ഇവർ. ഒരുമയുടെ ഒരേ ഹൃദയമുള്ള ഒരേ വേവ് ലെങ്ത്തുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ. അവർക്കെന്നും ദീർഘായുസ്സുണ്ടാവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിയുമ്പോൾ രാമചന്ദ്രനും രാജനും മുന്നിൽ സമയം ഒത്തിരിയുണ്ട്. മഹാത്മാജി വായനശാലയിൽ സജീവമാകുന്നതിനൊപ്പം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ അടയാളപ്പെടുത്താനാണ് ഇരുവരുടെയും ആഗ്രഹം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി BJP കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. BJP കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മുതൽ കൊല്ലങ്കോട് ടൗൺ വരെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. ആഹ്ലാദ പ്രകടനത്തിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം N. ബാബു, കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TC കണ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ N. ദിവാകരൻ, TN രമേശ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി B. ഉദയൻ, നേതാക്കളായ K. രാമദാസ്, M. ജിഷ്ണു, രാജൻ കൊല്ലങ്കോട്, V. മോഹനൻ, PK ജയൻ, മുരുകേശൻ, സുനിൽ, ബിന്ദു സേതുമാധവൻ, ശ്രീദേവി, പ്രമീള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി BJP മുതലമട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുതലമട BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചുള്ളിയാർമേട് വഴി കാമ്പർത്ത് ജില്ലയിൽ സമാപിച്ചു. കേന്ദ്രത്തിൽ NDA സർക്കാർ മൂന്നാം തവണയും അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി മധുര വിതരണവും വെടിക്കെട്ടും നടത്തി. പരിപാടി BJP ജില്ലാ സെക്രട്ടറി M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശിവകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ബാബു അഞ്ചനംചിറ, മണ്ഡലം സെക്രട്ടറിമാരായ ഹരിദാസ് ചുവട്ടുപാടം, ദേവൻ പാപ്പാൻചള്ള, ശിവദാസ്, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി രാജേഷ് മുതലമട, സുദേവൻ കാമ്പർത്ത് ചള്ള, മോഹനൻ കാടാംകുറിശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ യൂണിയൻ ഏരിയാസ് പ്രസിഡന്റ് K. ബിന്ദു പതാക ഉയർത്തി. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം അംഗീകരിക്കില്ലെന്ന് ചടങ്ങിൽ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K. സന്തോഷ് പറഞ്ഞു. പുരോഗമന പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചന ശക്തി പ്രാപിക്കുകയാണ്. കേന്ദ്ര നയങ്ങളാണ് കേരളത്തെ തകർത്തത്. ഇതറിയാതെയാണ് കുപ്രചരണം നടത്തുന്നതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. ഏരിയ സെക്രട്ടറി സജിത്, രാമദാസ്, സുധാകരൻ, പരമേശ്വരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നേരെ മറിച്ചോ ഈ സംസ്ഥാനത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ സിവിൽ സർവീസ് ഇവരെ സൂചിപ്പിച്ച 60 ലക്ഷം സ്ത്രീകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിയമന നിരോധനം വഴി ഒഴിവുകൾ നികത്താതെ കിടക്കുമ്പോ ഈ കേരളത്തിൽ
ആകെ തസ്തികകളുടെ എല്ലാ തസ്തികളും നിയമനം നടത്തുന്നത് മാത്രമല്ല, ഇന്ത്യയിലാകെ നിയമനം നടത്തുന്ന തസ്തികകളെ 40% ഈ കൊച്ചു സംസ്ഥാനമാണ് എന്ന നിലയിൽ കാണാൻ വേണ്ടി കഴിയണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാതിരുന്ന മോദിക്കും BJPക്കും കിട്ടിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ജനാധിപത്യ മതേതര സംരക്ഷണത്തിൽ NCPയുടെ നിലപാട് ചോദ്യം ചെയ്യാനാവാത്തതാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് കൂട്ടുകക്ഷി ഭരണവുമായി ഏറെക്കാലം മുന്നോട്ടു പോകാനാകില്ലെന്നും ലതിക സുഭാഷ് പറഞ്ഞു. NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം റസാഖ് മൗലവി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഷെനിൻ മന്ദിരാട്, വർഗീസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ നേതാവ് സുനിൽ അനുസ്മരണ ക്യാമ്പയിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇതിൽ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട്. ആ സഹകരണത്തിലാണ് നമ്മുടെ ആളുകൾക്ക് കൂടുതൽ രക്തം ദാനം ചെയ്യുന്നതിന് സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നിപ്പോൾ ജില്ലാശുപത്രിയിലും മറ്റ് ആശുപത്രികളിലും രക്തം അവിടെ കൂടുതൽ ഇല്ലാത്തൊരു സാഹചര്യവും ആയതുകൊണ്ടാണ് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. എന്തായാലും ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ സുനിലിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മണ്ണൂർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. രൺദീഷ് മുഖ്യാതിഥിയായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ഷബീബ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ മുത്തലി, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ലോക്കൽ സെക്രട്ടറി TR ശശി, മേഖലാ പ്രസിഡന്റ് അജിത് രാജ്, ഈസ്റ്റ് മേഖലാ സെക്രട്ടറി രഘുത്തമൻ, മേഖലാ പ്രസിഡന്റ് രാജേഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസീസ്, മണ്ണൂർ മേഖലാ സെക്രട്ടറി അർജുൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം മുസ്തഫ, ബ്ലോക്ക് ട്രഷറർ KV ഹർകിഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റ് രക്തദാനത്തിന് നേതൃത്വം നൽകി. 40ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തദാനത്തിൽ പങ്കാളിയായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡിവൈഎഫ്ഐ ഷൊർണൂർ പരുത്തിപ്ര യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തിൽ ഡിവൈഎഫ്ഐ പരുത്തിപ്ര യൂണിറ്റ് പ്രദേശത്തെ MBBS SSLC +2 വിജയികളെയാണ് അനുമോദിച്ചത്. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ നീലകണ്ഠൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണിനന്ദനൻ, വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, VC ശങ്കരൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം രേവതി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൊട്ടകുന്ന് ഗ്രാമജ്യോതി വായനശാലയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് മുൻ DEO വേണു പുഞ്ചപ്പാടം ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ക്ലൂ പൂച്ചോളുടെ വയസ്സ് കണ്ടുപിടിക്കണേട്ടാ, അമ്മക്ക് കണ്ടുപിടിക്കണേ, അമ്മൂന് മാത്രം പോരാ. പൂച്ചോളുടെ വയസ്സുകളെ സംബന്ധിച്ച് നല്ലൊരു ക്ലൂ. അമ്മു, ഈ 3 പൂച്ചോളുടെ വയസ്സുകള് 3 സംഖ്യകളാണല്ലോ. ഇത് തമ്മിലായിട്ട് ഗുണിച്ചാൽ 36 കിട്ടും പറഞ്ഞു. ഗ്രാമജ്യോതി ഗ്രന്ഥശാല പ്രസിഡന്റ് P. അച്യുതാനന്ദൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വായനശാലയിലേക്കുള്ള പുസ്തക കൈമാറ്റവും നടന്നു. സെക്രട്ടറി K. ഷൗക്കത്ത് അലി, TP സുഭാഷിനി, KS അബ്ദുൽ ജബ്ബാർ, പറളി AEO TR ബിന്ദു, A. ബാൽക്കീസ്, K. ബാലകൃഷ്ണൻ, TK ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ത്രേസ്യ LP സ്കൂളിൽ കിൻഡർ ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് ആഗ്നസ് പള്ളി വികാരി ഫാദർ ഡെബിൻ ജോസഫ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു പ്രവേശനോത്സവം ഇങ്ങനെ ആഘോഷകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അല്ലെ. പുതിയ പുതിയ രീതികളിലാണ് പ്രവേശനോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവേശനോത്സവം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. സ്കൂളിലെ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ കൊച്ചിന് ഇത്രയും നാളെ ഞാനത് നോക്കിക്കൊണ്ടിരുന്നത്, ഇനി പകലും മുഴുവൻ കൊച്ചു സ്കൂളിലാണ് ആകാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു ഈ LP സെഷൻ നടത്തുന്ന അധ്യാപകരുടെ പ്രത്യേകത അവരാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ C. റിനി മരിയ സ്വാഗതം പറഞ്ഞു. ലോക്കൽ മാനേജർ C. ഗ്രേസ് തോമസ്, SMC അംഗം CK മാത്യു, MPTA പ്രസിഡന്റ് അനീസ എന്നിവർ സംസാരിച്ചു.
പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി സൂസൻ ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുട്ടികളോടും മാതാപിതാക്കളോടും വിദ്യാലയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അധ്യാപിക PI നീതു നന്ദി പറഞ്ഞു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. നവാഗതരെ മധുരം നൽകിയാണ് ക്ലാസ്സിലേക്ക് സ്വീകരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൗണ്ട് സീന മോണ്ടിസോറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി സ്കൂൾ അധികൃതർ. പുതുതായി എത്തിയ 192ഓളം കുരുന്നുകളെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് സ്വീകരിച്ചത്. സ്കൂളിലേക്ക് എത്തിയ പുതിയ കുരുന്നുകളെ സ്വീകരിക്കാൻ അധ്യാപകരും വിവിധ വേഷാലങ്കൃതമായ കുട്ടികളും ചേർന്ന് ഹസ്തദാനം നൽകിയാണ് വരവേറ്റത്. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ ജൂനിയർ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ KS വിൻസെന്റ്, മോണ്ടിസോറി ഹെഡ് രജനി എന്നിവർ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി. മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ വെൽക്കം ഡാൻസോടെയാണ് പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. അധ്യാപകരായ ജസ്ന, സുഹ്റ, സ്മിത, സബീന, കൃപാഞ്ജലി എന്നീ അധ്യാപികമാരും കുട്ടികളും ചേർന്നാണ് രക്ഷിതാക്കളെയും കുട്ടികളെയും വരവേറ്റത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മോണ്ടിസോറി വർണ്ണാഭമായ ചിത്രങ്ങളാൽ അലങ്കരിച്ച് മനോഹരമാക്കിയിരുന്നു. മോണ്ടിസോറി എന്നുള്ളത് പാരമ്പര്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ ആക്ടിവിറ്റി ഓറിയന്റഡായി ക്ലാസ്സുകൾ നൽകുകയും അവരുടെ സർവ്വതോന്മുഖമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ യാത്രയയപ്പ് യോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. യാത്രയയപ്പ് ചടങ്ങും അനുമോദന സദസ്സും ചേലക്കര അഹമ്മദിയ വയോജന സംഘടനാ പ്രസിഡന്റ് T. റാഷിഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ദീർഘകാലം മുഖ്യ കാർമ്മികത്വം വഹിച്ച സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന ഗുലാം അഹമ്മദ് മൗലവിക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഈ വർഷം പഞ്ചാബ് ഖാദിയാനിയിലെ ജാമിയ അഹമ്മദിയയിൽ നിന്നും ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കിയ മൗലവി മഹബൂബ് അഹമ്മദ് സാഹിബിനുള്ള സ്വീകരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. പരിപാടിയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് M. സുബൈർ അഹമ്മദ് അധ്യക്ഷനായി. ചേലക്കര പ്രചാരണ കാര്യദർശി T. അനസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. നസീം അഹമ്മദ്, മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ, മഹിളാ സംഘടനാ പ്രസിഡന്റ് ഇഫ്തിഷ ഷഹീർ, R. അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഞാൻ ചേലക്കരയ്ക്ക് നാട്ടിലേക്ക് വരുന്നു. അന്ന് മർഹൂം മൗലവി ഉമർ സാർ വെച്ചയാണ് ഇൻചാർജ്. അദ്ദേഹം ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി. അന്ന് മൗലവി റാഫി സാറും ആദ്യമായി ജാമ്യയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് അറിയിച്ചു, താങ്കൾ തലശ്ശേരിയിലേക്ക് താങ്കളുടെ ഡ്യൂട്ടി ചെയ്യുന്നുവെന്നും മുഹമ്മദ് റാഫി സാറിൻ്റെ ഡ്യൂട്ടി ചേലക്കരയിലാണ് എന്നും പറയുകയാണ്. എന്നിട്ട് മനസ്സിലായി പറഞ്ഞു, ഞാൻ പാലക്കാടേക്ക് വരുന്നത് ഈ സമയത്ത് അവിടുന്ന് മീറ്റിങ്ങിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞ ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുകയും പാലക്കാട് മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ മൗലവി സാർ പറയുകയുണ്ടായി, റാഫി സാറിനോട് പറഞ്ഞു, നിങ്ങൾ വടകരയിലേക്ക് പോകുക. എന്നോട് പറഞ്ഞു, താങ്കൾ ചേലക്കര തന്നെ നിൽക്കുക. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിൽ ജൂൺ മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി മുതുകുർശിമന വാസുദേവനും ചെറുമുക്കുമന ശ്യാംകൃഷ്ണനും അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. പ്രസാദ വിതരണത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC. രാജീവ്, ട്രഷറർ AK. മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K. ഉണ്ണികൃഷ്ണൻ, T. ജയൻ, P. മുരളീധരൻ, N. രാജഗോപാലൻ, PC. നിധീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടി അണികൾ പരസ്യമായി രംഗത്ത് വരുന്ന ദിനം വിദൂരമല്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കനത്ത പരാജയത്തിന് കാരണമെന്ന് CPIക്ക് ബോധ്യമായി കഴിഞ്ഞെന്നും ബൽറാം.
ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും. റെയിൽവേ ലോക്കോ പൈലറ്റ് സമരം. സമരക്കാർക്കെതിരെ ജനവികാരം ഇളക്കിവിടാനുള്ള അധികാരികളുടെ ശ്രമം അവസാനിപ്പിക്കണമെന്ന സമരസമിതി. ഷൊർണൂരിൽ ലോക്കോ പൈലറ്റിനെ ബുക്ക് ചെയ്യാതെ വണ്ടി വൈകി ഓടിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപണം. പ്രതിഷേധവുമായി സമരക്കാർ. സമരത്തിന് പിന്തുണയുമായി ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് CITU മാർച്ച്. റെയിൽവേ അധികാരികളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു. രാജി തൃശൂരിലെ തോൽവിയുടെയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ. ജോസ് വള്ളൂരിന്റെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന സൂചന. UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് ധാർമ്മികതയുടെ പേരിലെന്ന് MP വിൻസെന്റ്. വടക്കാഞ്ചേരി പാർലിക്കാട് ഇരുചക്രവാഹനവും ബൊലേറോയും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി രാജേഷ്. കുന്നംകുളം പന്നിത്തടത്ത് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. മരിച്ചത് ചെറുവത്താനി സ്വദേശി വിഷ്ണു. ആശുപത്രിയിലെത്തിച്ച സുഹൃത്തുക്കൾ ചേർന്ന യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 3 പേർ അറസ്റ്റിൽ. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇരകൾക്ക് നീതി വൈകുന്നതിന് കാരണമാകുമെന്ന് പാലക്കാട് ജില്ലാ ജഡ്ജി K. അനന്തകൃഷ്ണ നാവട. കേരളത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വർദ്ധിക്കുന്നു. പാലക്കാട് കുടുംബ കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.